എന്താ കാര്യം? എന്താന്ന് വെച്ചാൽ നീ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ കോൺട്രാക്റ്റിന് പ്രകാരം നീ സ്കൂൾ പറയുന്നത് പോലെ പ്രവർത്തിക്കണം. ഒരു സാധാരണ ലേബർ കോൺട്രാക്റ്റ് പോലും ആൾക്കാർക്ക് സ്വയം റിസൈൻ ചെയ്യാൻ അവകാശമുണ്ട്. നീ നോക്കിക്കോ. എന്ത് കോൺട്രാക്ട് ഏത്? ഞാനിതെപ്പോ സൈൻ ചെയ്തു? ലിങ്ഷൻ എന്റെ ഹൃദയത്തിലെ സ്നേഹനിധിയായ എന്റെ പ്രിയപ്പെട്ട അമാൻഡ, ഈ സമയം നീ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ബിതോവൻ ട്യൂൺ റിയലി അൺഫോർച്ചുനേറ്റ്. ഇയാളിത് കേൾക്കുന്നില്ലേ? ഞാൻ കേട്ടോണ്ടിരിക്കല്ലേ. നീ എന്തിനാ കരയുന്നേ? അത് ഞാൻ കറിക്ക് ഉള്ളി അരിയല്ലായിരുന്നോ? മമ്മ പാപ്പ ഞാൻ വന്നു. ആ കിക്കി വന്നല്ലോ. എന്താ പോയ പോലെ തിരിച്ചു വന്നേ? മമ്മ ഇപ്പൊ കുക്ക് ചെയ്യുവാണോ? എന്നാ നിർത്തിക്കേ, ഞാൻ ചെയ്യാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ വരുന്ന വഴിക്ക് വലിയൊരു മീനെ വാങ്ങിച്ചു. അടിപൊളിയല്ലേ? നീ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതല്ലേ, എന്തിനാ അതൊക്കെ ചെയ്യുന്നേ? പോയി റെസ്റ്റ് എടുക്കും മമ്മ. ഇവിടെ ഞാൻ ചെയ്തോളാം. ഇവിടെ കൊണ്ട് തോറ്റു. പതിവില്ലാത്താണല്ലോ. ചെയ്യുന്ന ഓരോ പ്രവൃത്തി കാണുമ്പോ കരയണോ ചിരിക്കണോന്ന് പോലും അറിയില്ല. ചെറുപ്പം തൊട്ട് ഞാൻ എന്റെ വിഷമമൊക്കെ തീർക്കുന്ന പാചകം ചെയ്തോണ്ടാ. കുട്ടികൾ നിന്നോട് സ്നേഹം കാണിക്കല്ലേ? അവള് വളർന്ന് വലുതായിട്ട് സ്വഭാവം അവളുടെ മാറുന്നില്ല. എന്തെങ്കിലും ചെയ്യട്ടെ. ഇന്നവള് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്തോ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്ന തോന്നേ. ഇനി ചിലപ്പോ അതായിരിക്കോ കാര്യം. എന്താ? അത് തന്നെ. എന്താ പറ. ഇനി വല്ല പ്രേമത്തിൽ എങ്ങനെ കുടുങ്ങിയോ? അതിന് സാധ്യതയുണ്ട്. എന്തായാലും ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു വീടെടുക്കുന്നത് നല്ലതാ അവക്ക്. അതുകൊണ്ട് അവക്ക് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എനിക്ക് മനസ്സിലായി. എനിക്കറിയാം. നിനക്ക് വിശക്കുന്നുണ്ടോ? എനിക്കും വിശക്കുന്നു. പക്ഷെ നമുക്കൊരു അന്തസ്സുണ്ട്. ജെന്റിൽമാൻ പാചകം ചെയ്യാറില്ല. കൺട്രോൾ. ഒരു രക്ഷയുമില്ല. എന്തെങ്കിലും കഴിക്കാനുണ്ടോ നോക്കട്ടെ. ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ടി വരുമല്ലോ. Bake rice in the microwave. Heat for 3 minutes. 1700. 3 minutes. Temperature. Done.
ഗോഡ്. ലെൻഷൻ നിന്നെ കൈ കിട്ടട്ടെ. ഞാനിത് മറക്കില്ലടാ. 6 മാസത്തേക്ക് ഞാൻ നിന്നെ ഓർക്കില്ല. ഇല്ല, 3 months മതി. അല്ലെങ്കിൽ വേണ്ട, നീ എന്നോടൊന്ന് ക്ഷമ ചോദിച്ച ഒരാഴ്ചയാക്കാം, പിന്നീടില്ല. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ ഞങ്ങളുടെ ഫേവറേറ്റ് പാർട്ടിക്ക് സാറിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. നോ. ഞാൻ എന്ത് ചെയ്യണം? പാർട്ടിയിൽ ഫുഡ് ഉണ്ടാവോ? തീർച്ചയായും. വാവ്. അല്ല മോളെ, നിന്റെ ചേച്ചി നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ തടി വെക്കുന്ന ടീച്ചേഴ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സാധാരണ അസുഖമാണെന്ന്? നീ നിന്റെ ഡയറ്റ് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരിക്കലും ഇത്രയും എരിവ് ചേർത്ത് ആഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ ഉള്ള സമയത്ത്. അതിന് ഞാനിവിടെ ഇല്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ. നീ വേണം ഇതൊക്കെ ഒന്ന് കണ്ടു ചെയ്യാൻ. നിന്റെ അമ്മ പറഞ്ഞ ശരിയാ. അവള് പറഞ്ഞതുപോലെ കേൾക്കാൻ നോക്ക്. അതെ. പിന്നെ വേറെന്തൊക്കെയാ വിശേഷം? ഇപ്പൊ നീ പിന്നെ വീട്ടിൽ നിന്ന് മാറിയില്ലേ? നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചിയെ കണ്ടു പഠിക്കുക. ശരിയാ, നീ നിന്റെ ചേച്ചി പോലെ ആവണം. എല്ലാ വീക്കെൻഡിലും നീ പുറത്തു പോയിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യണം. അല്ലല്ല, ചേച്ചിയെ പോലെ ആവില്ലെന്നല്ല പറഞ്ഞത്. ഇപ്രാവശ്യം കൂടെ അവളൊരു ബഞ്ചി ജമ്പിന് പോയിട്ട് വന്നിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ സോഷ്യൽ നെറ്റ്വർക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്നാ. അല്ലാതെ എല്ലാ വീക്കെൻഡിലും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് പ്രൈവസി ഒക്കെ ആവശ്യമില്ലേ അല്ലേ? അത് ശരിയാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രൈവസി ഒക്കെ വേണ്ടേ? എത്ര കാലമായി ഇങ്ങനെ? പച്ചക്കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. കിക്കി, ഇന്നെന്തെങ്കിലും പ്രത്യേകിച്ച് സന്തോഷമുള്ള കാര്യം ഉണ്ടായോ മോക്ക്? പറ. മമ്മ, പപ്പ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ആ? ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ ഈ സമയത്താ ഓടുന്നത്. ഹലോ ഡയറക്ടർ സു, ഞാൻ ലിങ്ഷൻ, സിയാങ് ഡോഗ്നന്റെ അസിസ്റ്റന്റ് ആണ്. അന്നാ സ്കൂളിൽ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. നമുക്ക് ഒരുമിച്ച് ഓടാൻ പോയല്ലോ. വേണ്ട വേണ്ട. ഹലോ ഡയറക്ടർ സു. ഹലോ സു മാൻ. ഡയറക്ടർ സു മാൻ. ശരി, പാർട്ടി കഴിഞ്ഞില്ലേ, പോവാം നമുക്ക്. ഇങ്ങനെ തിരക്ക് കൂട്ടാതെ ഞങ്ങൾ വേറെ ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ ടീച്ചർ സിയാൻ, കുറെ നാളായി യെസ്സി നമ്മുടെ ഈ പാർട്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കുറച്ചു നേരം കൂടി. അവരിവിടെ വന്ന കാര്യം കഴിഞ്ഞില്ലേ? ഇനി ഇവിടെ വെച്ചേക്കേണ്ട ആവശ്യമില്ല. പാർട്ടി ഇപ്പോഴല്ലേ സ്റ്റാർട്ടായത്? ടീച്ചർ ശ്യാങ്, നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടോ? സാർ ലൈവായി പാടുന്ന നമുക്കൊന്ന് കേൾക്കണം. എന്റെ അവസ്ഥ മനസ്സിലാക്കാതെ പാട്ട് പാടാൻ പറയാ. ഇപ്പൊ എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ പൊക്കോട്ടെ. ടീച്ചർ സിയാൻ, നിങ്ങളുടെ റിയാലിറ്റി ഷോയുടെ അടുത്ത സീരീസ് ഏത് സ്കൂളിലാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഏത് റിയാലിറ്റി ഷോ? നിങ്ങളൊരു ടീച്ചറായിട്ട് വന്നത് റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയല്ലേ? ലൈറ്റ് ഇയർ എന്റർടൈൻമെന്റ് നടത്തുന്ന ഷോ തന്നെയല്ലേ? അതെ, റിയാലിറ്റി ഷോ. മനുഷ്യന്റെ ജീവിതം തന്നെ ഒരു റിയാലിറ്റി ഷോ അല്ലേ? ബൈ.